ഭർത്താവിന്റെ വീട്ടിലാകുമ്പോ നേരത്തെ ഉണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് തിരിച്ച് സ്വന്തം വീട്ടിൽ വരുമ്പോ ഞാൻ നേരത്തെ ഉണ്ട് വരും. പക്ഷെ വന്നിട്ട് രാത്രി തന്നെ അങ്ങ് പോവും. രാത്രി ആയതുകൊണ്ട് ആരും അറിയത്തില്ല. അതാ ഇന്നൊരു സൺഡേ വ്ലോഗാണ്, അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫ്. സൺഡേ വ്ലോഗ് എന്ന് പറഞ്ഞാലും ശനിയാഴ്ച വൈകിട്ട് തൊട്ടേ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ ബാഗിൽ പാക്ക് ചെയ്യുന്ന കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എവിടെയോ ട്രിപ്പ് പോകാൻ പോവാണെന്ന്. രാവിലെ 8 പോയപ്പോഴേ പറഞ്ഞിട്ട് പോയതാണ് വൈകിട്ട് 5 മണിയാകുമ്പോഴത്തേക്ക് ഒരുങ്ങി റെഡിയായി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ആയിരിക്കണം നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന്. ഞങ്ങൾ ഈ പോകാൻ പോകുന്ന സ്ഥലം എന്റെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള എന്റെ വീട്ടിലോട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ 5 മണിക്ക് പകരം 4 മണി ആയപ്പോൾ തൊട്ടേ എന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ കല്യാണം കഴിച്ചിട്ട് പെൺപിള്ളേർ അങ്ങനെ തന്നെ ആണല്ലോ. വീട്ടിലോട്ട് പോകാൻ നേരം എത്രത്തോളം നേരത്തെ പോകുമ്പോൾ അത്രത്തോളം നേരത്തെ പോകും. തിരിച്ചു വരുന്ന നേരം എത്രത്തോളം ലാഗടിപ്പിക്കാമോ അത്രത്തോളം ലാഗടിപ്പിച്ചിട്ടായിരിക്കും തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ടെങ്കിലും ഇങ്ങനെ തങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീട് വെച്ച് മാറി താമസിക്കാൻ തുടങ്ങിയ ശേഷം വളരെ കുറവായിട്ടാണ് വീട്ടിലോട്ട് പോയി നിൽക്കുന്നത്. ഞാൻ നേരത്തെ ഒരുങ്ങി നിന്നെങ്കിലും പീലി 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരുക്കിയത്. അല്ലെന്നുണ്ടെങ്കിൽ പോവാൻ സമയമാകുമ്പോഴത്തേക്ക് അവൾ ഡ്രസ്സെല്ലാം കുളമാക്കി ഒരു കോലമായിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 6 മണി 6:30 ആയപ്പോഴാണ് കേട്ടോ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് വന്നത്. അത് പിന്നെ മിക്കുള്ളവർ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മുടെ വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര താമസിച്ചായിരിക്കും പോകുന്നത്, പക്ഷെ തിരിച്ചു വരുന്ന കാര്യത്തിൽ ഭയങ്കര കൃത്യനിഷ്ഠയായിരിക്കും. അങ്ങനെ എന്തായാലും ഏട്ടൻ കുളിക്കാൻ കയറിയ സമയം കൊണ്ട് ഞാൻ ഇനിയും താമസിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച സാധനങ്ങളൊക്കെ ഞാൻ തന്നെ എടുത്തങ്ങ് കാറിനകത്ത് വെച്ച് അങ്ങനെ വീടൊക്കെ പൂട്ടി ഇറങ്ങി നേരെ ചെന്ന് പെട്ടത് ഫുള്ള് ബ്ലോക്കിനകത്തായിരുന്നു കേട്ടോ. ഏതോ അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഘോഷയാത്രയും അങ്ങനെ ഇങ്ങനെ മൊത്തം ബ്ലോക്ക് തന്നെ ആയിരുന്നു. ഏകദേശം ഒരു 8-8:30 കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിൽ ചെന്ന് പറ്റിയത് തന്നെ. ചെന്നിറങ്ങിയതും അമ്മയുടെ വക കളിയാക്കലുമായിട്ടാണ് കേട്ടോ തുടങ്ങിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസത്തേക്ക് വീട്ടിൽ നിൽക്കാൻ പോയാലും ഒരാഴ്ച നിൽക്കാൻ പോയാലും ഒരുപാട് സാധനങ്ങളായിട്ടായിരിക്കും പോകുന്നത്. ഒരാവശ്യമില്ലാത്ത സാധനങ്ങളാണെങ്കിലും എത്രത്തോളം സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും അതെല്ലാം ഞാൻ കുത്തിപ്പൊക്കിക്കൊണ്ട് പോകും കേട്ടോ. എന്തിനാണോ എന്തോ. അങ്ങനെ നേരെ അടുക്കളയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ചേട്ടനും നാത്തനും അടുക്കളയിൽ വൻ തിരക്കിലായിരുന്നു കേട്ടോ. അളിയനെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്ന് ഏട്ടൻ അടുക്കളയിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാധനത്തിനകത്തൊന്നും കൈയിട്ട് വാരത്തിന്ന് നേരെ അമ്മയുടെ അടുത്ത് പോയി അമ്മ തിന്നെ എടുത്ത് വെച്ചതിനകത്തൊന്നും വാരത്തിന്ന്. അങ്ങനെ എന്റെ വയറങ്ങ് നിറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ രാത്രി വേറെ ഒന്നും കഴിച്ചില്ല. ദാ ഈ മുറി ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടില് മുകളിലത്തെ നിലയിൽ ആരും ഉപയോഗിക്കാതെ കിടന്ന മുറിയാണ്. അവിടെ എന്റെ നാത്തൂൻ പുള്ളിക്കാരിയുടെ കരവിരുത് മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും പുള്ളിക്കാരി പറഞ്ഞത് എന്റെ കഴിവുകൾ മൊത്തം അങ്ങോട്ട് പുറത്തെടുക്കാൻ പറ്റിയില്ല, അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഈ റൂമിലില്ല എന്നാണ്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടെ കൂടിയപ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എപ്പോഴോ വന്ന് കിടന്നങ്ങ് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ എണ്ണീറ്റ് അടുക്കളയിലോട്ട് നിന്നപ്പോഴത്തേക്ക് അമ്മ ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കണിയേണ്ടത്. ഉറങ്ങ എണ്ണീറ്റില്ല. അമ്പലത്തിൽ പോയാ സാധാരണ ഈ കല്യാണം കഴിച്ചോട്ട പെൺപിള്ളേരുണ്ടല്ലോ സ്വന്തം വീട്ടിൽ വരുമ്പോഴത്തേക്ക് കുറെ നേരം കിടന്നുറങ്ങും. എന്നിട്ട് നമ്മൾ ഭർത്താവിന്റെ വീട്ടിൽ പെട്ടെന്ന് എണ്ണീക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനല്ല കേട്ടോ, തിരിച്ചാണ്. എന്റെ വീട്ടിൽ ഞാൻ എത്രത്തോളം നേരത്തെ എണ്ണിക്കാമോ അത്രത്തോളം നേരത്തെ എണ്ണിക്കും. പക്ഷെ ഏട്ടന്റെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ എത്രത്തോളം കിടന്നുറങ്ങാമോ അത്രത്തോളം കിടന്നുറങ്ങും. അതെന്താണോ എന്തോ ഞാൻ അങ്ങനെ. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കങ്ങ് മടുപ്പാണ്. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി അടുക്കള കയറാറില്ല. അമ്മ ഉണ്ടാക്കി തരുന്നു, ഞാൻ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല ചൂട് ഇഡലി സാമ്പാറും ചമ്മന്തിയൊക്കെയാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്നത്. പീലി രാവിലെ എണ്ണീറ്റ് കുറെ നേരം എന്റെ കൂടെ നിന്നെങ്കിലും പിന്നെ അവർക്ക് ബോർ അടിച്ചപ്പോഴത്തേക്ക് വീണ്ടും പോയ ഒരു ഉറക്കത്തിന് വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷെ ഉറങ്ങിയില്ല കേട്ടോ. അങ്ങനെ കാപ്പിയൊക്കെ റെഡി ആയപ്പോഴത്തേക്കും ഞാനും പീലിയും കൂടെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ. നമ്മുടെ വീട്ടിലെ അകത്തു നിന്ന് തന്നെയാണല്ലോ പീലിയെ പല്ല് തേപ്പിക്കുന്നത്. അപ്പൊ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ചുറ്റിനും നല്ല മരങ്ങൾ റബ്ബർ മരമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല തണലാണ് കേട്ടോ രാവിലെയൊക്കെ. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉച്ച തലയിൽ വെയിലടിക്കും, അമ്മ അതിന് ചൂടായിരിക്കും രാവിലെ. അതുകൊണ്ട് പീലി കുറെ നേരം പുറത്തൊക്കെ ഒന്ന് ഓടി കളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പല്ല് തേച്ചത്. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് കുറച്ചു നേരം TV കാണുന്നത്, അത് കാർട്ടൂൺ കാണുന്ന ഒരു സ്വഭാവം പീലിക്കുണ്ട് കേട്ടോ. അങ്ങനെ വലിയ കാര്യത്തിൽ ഓടി TV കാണാൻ വന്നപ്പോഴത്തേക്ക് അപ്പാപ്പ നേരത്തെ അവിടെ സ്ഥലം പിടിച്ച് വാർത്ത കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ പിന്നെ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഞാൻ നേരെ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് ഏട്ടനുള്ള കട്ടൻ ചായ ഞാൻ ഇട്ടു. അങ്ങനെ ഓരോരുത്തരായിട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. ആദ്യമേ അമ്മയും പീലിയ കഴിച്ചത്, പിന്നെ നാത്തും കഴിച്ചു, അതിനുശേഷം ഞാനും ചേട്ടനും കൂടി ഇരുന്ന് കഴിച്ചു, പിന്നെ ഏട്ടൻ കഴിച്ചു. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാത്ത എന്താന്ന് വിചാരിച്ചാൽ പലരും പല സമയത്താണ് എണ്ണീച്ചതും പല്ല് തേച്ചതും ഒക്കെ. അതുകൊണ്ടാണ് കേട്ടോ പല സമയത്ത് കഴിച്ചതും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അളിയനും കൂടെ പോയി നല്ല അടിപൊളി പോത്തിറച്ചി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ചേച്ചിയും കൂടെ അടുക്കളയിലോട്ടും കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ ചേച്ചിയുടെ വകയാണ് കേട്ടോ. ഞാനൊരു അസിസ്റ്റന്റ് ആയിട്ടങ്ങ് കൂടെ കൂടിയിട്ടുണ്ട്. പുള്ളിക്കാരി ഞണ്ടും ബീഫും ഒക്കെ നല്ല കിടിലനായിട്ട് വെക്കും. ഈ സീരിയലിലെ അമ്മായിയമ്മമാരെ പോലെ ഇതെന്താ പട്ടുസാരി എടുത്ത് അടുക്കളയിൽ നിൽക്കുന്നത് എന്ന് വിചാരിക്കേണ്ട. അമ്മയ്ക്കൊരു കല്യാണം ഉണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പണ്ട് അമ്മ ഞാൻ അമ്മയുടെ പുറകെ ഇങ്ങോരം പോകും. അമ്മ വളവ് തിരുത്തലൊക്കെ
മൊത്തത്തിൽ പറഞ്ഞ എനിക്കും ചേച്ചിക്കുമായിട്ട് അടുക്കള വിട്ടു തന്നിട്ട് അമ്മ അതിവിദഗ്ധമായി മുങ്ങി അതാ സ്കൂട്ടായി എന്ന് തന്നെ പറയാം. അങ്ങനെ അമ്മ യാത്രയാക്കിയിട്ട് വന്നിട്ട് ഞാൻ പിന്നെ വന്ന് ചീനിയുടെ പരിപാടികൾ അങ്ങ് തുടങ്ങി കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നല്ല നാടൻ ചീനി കിട്ടും. അതെന്ന് പറഞ്ഞാൽ ഈ വയലിൽ വിളയുന്ന ചീനിയാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിന്. ഇന്ന് അസിസ്റ്റന്റ് ആയിട്ട് കൂടിയോണ്ട് തന്നെ എനിക്ക് അത്ര വലിയ പണികളൊന്നുമില്ല. ഇങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അരിഞ്ഞും പറക്കി കൊടുത്താൽ മതി, ചേച്ചി അങ്ങ് ഉണ്ടാക്കി തന്നോളും. ഞാനും ചേച്ചിയും തമ്മിൽ ഫോൺ വഴി മെസ്സേജ് ആയപ്പോ കോളിങ്ങോ അങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഞങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ വായിക്കാതെ നാക്കിടാത്ത വിധം കലബലാം വർത്തമാനവും ചിരിയും ബഹളവും തന്നെ ആയിരിക്കും. ഇതിനകത്ത് ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളെ കൂടെ കേൾപ്പിക്കാനുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഫോണിൽ പാട്ടിട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളത് ശ്രദ്ധിക്കുന്നേ ഇല്ല. പക്ഷെ വീഡിയോക്കകത്ത് അത് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. അപ്പൊ പിന്നെ ആ സൗണ്ട് ആഡ് ചെയ്ത് വെറുതെ കോപ്പിറൈറ്റ് ഇഷ്യൂ മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാത്തത്. ഞങ്ങൾക്ക് ഇറച്ചിയും വാങ്ങിച്ചു തന്നിട്ട് മുങ്ങിക്കളഞ്ഞ് ഞങ്ങളുടെ ഭർത്താക്കന്മാർ പിന്നെ പൊങ്ങിയതായി ഇപ്പോഴാണ് കേട്ടോ. ആദ്യം എന്റെ പൊന്നാങ്ങൾ അടുക്കളയിലോട്ട് കയറി വന്നപ്പോഴേ ക്യാമറ ഓൺ ആണെന്ന് കണ്ടപ്പോ തന്നെ നൈസിൽ അങ്ങ് സ്കൂട്ടായി. പിന്നാലെ വാലേ തൂങ്ങി വന്ന എന്റെ ഭർത്താവ് എന്നെ മാത്രം ലക്ഷ്യം വെച്ച് വന്നതുകൊണ്ട് തന്നെ ക്യാമറ ഓൺ ആണെന്നുള്ള കാര്യം അറിഞ്ഞതേയില്ല. പക്ഷെ എന്റെ അഭിനയം കണ്ടപ്പോഴത്തേക്ക് എന്തോ വശപ്പശ കൊണ്ടൊന്നും മനസ്സിലാക്കി അപ്പോഴേ സ്ഥലം വിട്ടു. അങ്ങനെ ചേച്ചി പെട്ടെന്ന് തന്നെ ബീഫൊക്കെ സെറ്റാക്കി കുക്കറിനകത്ത് വേവിക്കാൻ വേണ്ടി അടുപ്പിലോട്ട് വെച്ചോട്ടോ. ഞാൻ അതിന്റെ കൂടെ തന്നെ ചീനിയും കൂടെ കലത്തിലോട്ടാക്കി വെച്ചു. കുറ്റം പറയരുതല്ലോ, തോരനില്ലാതെ ചോറിറങ്ങാത്ത ഒരു ആങ്ങളെയാണ് എനിക്കുള്ളത്. ഇനി എത്ര കറികളുണ്ടെന്ന് പറഞ്ഞാലും ചോറിന്റെ അറ്റത്ത് ശകലം തോരനില്ലെന്നുണ്ടെങ്കിൽ ആ മുഖം ഒന്ന് പ്രകാശിച്ച് കിട്ടത്തില്ല. അങ്ങനെ തോരൻ വെക്കാനായിട്ട് ഉള്ളിത്തണ്ടൊക്കെ അരിഞ്ഞു വെച്ചിട്ട് അപ്പോഴത്തേക്കും ചീനിയൊക്കെ വെന്തു. അങ്ങനെ ചീനി ഇതാ ഇവിടെ തൊടുപ്പ് വെച്ച് ഉടക്കാണ്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഞങ്ങളുടെ ഇവിടെ അമ്മയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചീനി വേവിക്കുന്നത്. അതുമാത്രമല്ല കേട്ടോ, ഇവിടെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പിന്നെ നല്ല എരിവുള്ള കാന്താരിമുളകൊക്കെ അരച്ച് അരപ്പ് ചേർത്തിട്ടാണ് ചീനി വേവിക്കാറുള്ളത്. കാന്താരി അരയ്ക്കാതെ ചീനി വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു പവറും കാണത്തില്ലെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിൽ കാന്താരിമുളക് ഇല്ലാത്ത കാരണം ഞാനും ചേച്ചിയും കൂടെ അപ്പുറത്തെ വീട്ടിൽ പോയി അവിടെ നിന്ന് നല്ല നാടൻ കാന്താരിയും പാൽക്കാന്താരിയൊക്കെ പിച്ചിക്കൊണ്ട് എന്താ ഇടികല്ലിൽ വെച്ച് അരച്ചിട്ടാണ് കേട്ടോ ചീനി ഉണ്ടാക്കിയത്. കഴിക്കാൻ വല്ലതും ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് അടുക്കള മൊത്തം ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് വന്ന ഏട്ടനെ പിടിച്ച് ഞങ്ങൾ തേങ്ങ തിരുമാൻ വേണ്ടി അങ്ങ് നിർത്തി. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ വീട്ടുജോലിയിൽ ഹസ്ബൻഡ് സഹായിക്കാറില്ലെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമല്ല, എന്നെ എല്ലാ കാര്യങ്ങളിലും ഏട്ടൻ സഹായിക്കാറുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോ എടുത്ത് ഇടുന്നതിനോട് പുള്ളിക്കാരന് ഒരു താല്പര്യവും ഇല്ല. ഉച്ചയൂണിന്റെ സമയം അതിക്രമിച്ചത് കൊണ്ട് തന്നെ പിന്നെ എല്ലാവരും കൂടെ അങ്ങ് അടുക്കളയിലോട്ട് കയറി. ആ സമയമായപ്പോഴത്തേക്ക് പീലിക്ക് ഒന്ന് വിശക്കാൻ തുടങ്ങി. പിന്നെ രാവിലത്തെ ദോശയും കറിയൊക്കെ വെച്ചിട്ട് ഞാൻ അവളെ ഒന്ന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിരുത്തി. അങ്ങനെ ചീനിയും പുളിശ്ശേരിയും തോരനും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരും കൂടെ വന്ന് സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എല്ലാ കരിഞ്ഞു പറക്കി ബീഫിന്റെ പരിപാടി അങ്ങ് തുടങ്ങി. ആദ്യം പോത്തിറച്ചി നല്ല വരട്ടി എടുക്കാന്ന് വിചാരിച്ചെങ്കിലും ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ പിന്നെ അങ്ങ് കറിയാക്കാന്ന് വിചാരിച്ചു. ഈ പോത്തിറച്ചിയൊക്കെ എനിക്ക് കൂടുതൽ ഒന്നിക്ക് ഫ്രൈ ആക്കിയതോ അല്ലെങ്കിൽ നല്ലതുപോലെ വരട്ടി എടുക്കുന്നതൊക്കെയാണ് കേട്ടോ കഴിക്കാൻ ഇഷ്ടം. കറിയൊക്കെ ഞാൻ അങ്ങനെ അധികം ഒന്നും കഴിക്കാറില്ല. അപ്പൊ പിന്നെ തലേന്നത്തെ കുറച്ച് ചിക്കൻ കറി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഒക്കെ ഇട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാന്ന്. അങ്ങനെ ചേച്ചി ബീഫ് കറിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്റെ ചിക്കൻ അങ്ങ് റോസ്റ്റ് ആക്കി എടുത്തു. എനിക്ക് ചിക്കനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. എത്ര തന്നാലും ഞാൻ ചിക്കൻ കഴിച്ചോളൂ. പക്ഷെ ബീഫൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് തൊട്ടാണ് കഴിച്ചു തുടങ്ങിയത്. മട്ടൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒട്ടും കഴിക്കാറില്ല. അങ്ങനെ ചേച്ചി നല്ല തിളച്ച എണ്ണയ്ക്കകത്തോട്ട് തേങ്ങാക്കൊത്തും ചെറിയുള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴറ്റി നല്ല അടിപൊളിയായിട്ട് ബീഫ് അങ്ങ് സെറ്റാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഇറച്ചി നമ്മൾ ആദ്യം തന്നെ മസാലയൊക്കെ തേച്ച് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ പണി എളുപ്പമാണല്ലോ. ഉള്ളിയും സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതും കൂടെ ഇട്ട്, അതായത് ഈ ഇറച്ചിയും കൂടെ ഇട്ടും പൊടികളും കൂടെ ഇട്ട് തട്ടി സെറ്റ് ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയായി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് വിശപ്പിന്റെ വെളി വരുമ്പോഴത്തേക്ക് അളിയനും അളിയനും കൂടെ അടുക്കള മൊത്തം ഒന്ന് റൗണ്ട് അടിക്കാൻ വരും കേട്ടോ. കാര്യം ഒന്നും ആയില്ലയോ എന്നും ചോദിച്ചിട്ടുണ്ട്. നമ്മളാണെന്നുണ്ടെങ്കിൽ എണ്ണീറ്റപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 11:30-12 മണിയായി. പിന്നെ നമ്മളിവിടെ പാചകം മാത്രമല്ലല്ലോ, ആവശ്യത്തിന് കൊതിയും നുണയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം പിടിക്കും. അങ്ങനെ ഏകദേശം അവസാന റൗണ്ട് ആയപ്പോഴത്തേക്ക് നമ്മളിതാ വേവിച്ച് വെച്ചേക്കുന്ന ബീഫൊക്കെ അങ്ങോട്ട് ഉരുളിയിലോട്ട് തട്ടി പെരട്ടി എടുക്കുന്നുണ്ടേ. മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചോറ് വെച്ചിട്ടില്ല. ഇത്രയും കറികൾ വെക്കുന്നതിന്റെ ധൃതിയിൽ ഞങ്ങൾ ചോറ് വെക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ ഭാഗ്യത്തിന്, അതായത് ഞങ്ങളുടെ ഭാഗ്യത്തിന് ഫ്രിഡ്ജിനകത്ത് കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെടുത്തങ്ങ് തിളപ്പിച്ചുറ്റാൻ വെച്ച്. അതും കൂടി ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കറികൾ മാത്രം കൂട്ടി ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കേണ്ടി വന്നേനെ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചീനിയും ഇറച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചോറില്ല എന്ന് പറയുന്ന ഒരു വലിയ വിഷയമേ അല്ല. അങ്ങനെ ഉച്ചയൂണൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാനും ചേച്ചിയും കൂടെ പുറത്തിറങ്ങി ഒരു 3-4 ഇല വെട്ടാൻ വന്നതാണ്. അവസാനം ഞങ്ങൾ ഒരു ഇലയും വെട്ടിക്കൊണ്ടാണ് അകത്തോട്ട് കയറിയത്. ഒരു ഇലയിലുണ്ടും ഒരു പായിൽ ഉറങ്ങി എന്നൊക്കെ പറയുന്നത് പോലെ സ്നേഹം കൊണ്ടല്ല, ഞങ്ങൾക്ക് പാത്രം കഴുകാൻ വയ്യാത്തതിന്റെ മടി കൊണ്ടാണ്. ഇതാകുമ്പോൾ ഒരൊറ്റ ഇലയ്ക്ക് അത് ചോറും കറികളും എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് വിളമ്പുകയും ചെയ്യാം. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാനും സ്ഥലമുണ്ട്. കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇലയെല്ലാം കൂടെ ചുരുട്ടിക്കുട്ടി വെളിയിൽ കൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും എത്ര പാത്രങ്ങൾ വേണോ അതിന്റെ കറി വിളമ്പാനോ എല്ലാത്തിനും കൂടെ പാത്രങ്ങൾ എടുത്തിട്ട് ഇതെല്ലാം ഞങ്ങൾ തന്നെ കഴുകണ്ടേ. പിന്നെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബും കിട്ടും. അത് ഞാൻ മാറ്റി വെച്ചിരുന്നേ. അവനെന്നെ കിട്ടിയത് ഒരു തോരൻ
ഇതിന്റെ കൂടെ തിന്നായിരുന്നത് ഒരു ഭാഗം തറന്നില്ല. എല്ലാരും ഒറ്റയ്ക്ക് പോയോ? വെള്ളം മതി. അങ്ങനെ ഉച്ചയോട് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് ഞാൻ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. ഈ ഒഴിവു സമയങ്ങൾ ആനന്ദകരമാക്കാം എന്ന് പറയില്ലേ, അത് തന്നെ സംഭവം. പിന്നെ അമ്മയുടെ വക കട്ടൻ ചായയും കപ്പലണ്ടിയൊക്കെ ആയിട്ട് കുറച്ചു നേരം അങ്ങനെ അങ്ങിരുന്നു. ഞങ്ങൾ ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ദാ ഈ കാണുന്നതാണ് ഞാൻ ചാച്ചൻ എന്ന് വിളിക്കുന്ന എന്റെ അച്ഛൻ. ഒരുപാട് പേര് അമ്മയെ കാണുമ്പോഴത്തേക്ക് അച്ഛന്റെ കാര്യം തിരക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തു പറഞ്ഞത്. അങ്ങനെ ചായ കുടിയും വൈകിട്ടത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ തന്നെ അത്താഴം കഴിക്കാനിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് തിരിച്ചു വരണം, അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ കഴിക്കാൻ വരുന്നത്. രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൽ ചോറ് കഴിക്കാറേ ഇല്ല. ഒന്നുകിൽ ചപ്പാത്തി അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാപ്പി ഐറ്റംസേ ഉണ്ടാക്കാറുള്ളൂ. ഇന്ന് പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് പൊറോട്ടയും വാങ്ങിച്ചു ഉച്ചക്കത്തെ കറിയും കൂട്ടി അതങ്ങ് കഴിച്ചു. അങ്ങനെ രാത്രി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് സാധനങ്ങളെല്ലാം പെറുക്കി കൂട്ടി ഞങ്ങൾ വീണ്ടും എന്താ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ എന്റെ ഒരു സ്പെഷ്യൽ സൺഡേ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.